നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ വെസ്റ്റ് ഏഷ്യ വാറിൽ, ഇസ്രയേൽ അമേരിക്ക ആൻഡ് ഇറാൻ വാറിൽ ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഖത്തർ ലാസ് ലഫാനിൽ ഗ്യാസ് ഫീൽഡിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. റാസ് ലഫാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഖത്തറിൻ്റെ വാതക സംഭരണശാലയാണ്, വാതക ഉൽപ്പാദനശാലയാണ്. അവിടെ നിന്നാണ് ലോകത്തിലേക്ക് മിക്ക രാജ്യങ്ങളിലേക്കും LPGയും LNGയും ഗ്യാസുകൾ CNG ഒക്കെ കടന്നു പോകുന്നത്. ഇന്ത്യയിലേക്കൊക്കെ ഗ്യാസ് വരുന്നത് 80% ഖത്തറിലെ ഈ ഗ്യാസ് ഫീൽഡിൽ നിന്നാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാൻ്റെ കാർഗ് ദ്വീപ് ആക്രമിച്ചതിന് പകരമായിട്ട് രണ്ടും കൽപ്പിച്ച ഇറാൻ ഇപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യയിലേക്ക് ഈ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഒന്നിനൊന്ന് കൂടുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ലോക രാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. അവർ രണ്ടും കൽപ്പിച്ച് തിരിച്ചടിക്കുകയാണ്. ഇറാൻ്റെ നിരേനെ മുഴുവനും തകർക്കാനും കൊല്ലുവാനും ഇസ്രയേൽ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രംപ് പറഞ്ഞത് ജസ്റ്റ് ഫോർ എ ഫൺ വി ആർ അറ്റാക്ക്ഡ് ദി കാർഗ് ദ്വീപ് എന്നാണ് പറഞ്ഞത്. കാർഗ് ദ്വീപ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന കേന്ദ്രമാണ്. അവിടെ ബോംബ് ചെയ്തു. മിലിറ്ററി ബേസുകളും നേവൽ ബേസുകളുമാണ് ആക്രമിച്ചതെന്ന് ട്രംപ് പറയുന്നു. എങ്കിലും അതിനുള്ള തിരിച്ചടിയായിട്ട് അവർ ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങളും ആക്രമിക്കുമെന്നുള്ളതിന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ ആക്രമിക്കുകയാണ്. ഇറാൻ ചെയ്യുന്നത്, ഇറാൻ്റെ ഉന്നത സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന അഡ്വൈസറായിരുന്ന അലി ലാറിജാനി മരണപ്പെട്ടു. ഉന്നത ഇൻ്റലിജൻസ് മേധാവികളും ആളുകളും ഒക്കെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ഉന്നതരായ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് രണ്ടും കൽപ്പിച്ച് ഇറാൻ ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ തീർത്തും തിരിച്ചാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖത്തറിനെ മാത്രമല്ല, ദുബായ്, സൗദി അറേബ്യ എല്ലായിടത്തും, ബഹ്റൈനൊക്കെ എല്ലായിടത്തും നിരത്തി ആക്രമിക്കുകയാണ്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അതിര് കടക്കുന്നുവെന്നും പറഞ്ഞ് ഓൾറെഡി തന്നെ ഖത്തർ വാണിംഗ് ചെയ്തു. എംബസി ഉദ്യോഗസ്ഥന്മാരെ 24 മണിക്കൂറിനകം പുറത്താക്കാൻ പറഞ്ഞ് പുറത്താക്കി. ഈ ഖത്തർ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇപ്പോൾ വരുന്ന ലക്ഷണമാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, ഇറാൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയുടെ ബേസ് അവിടെയുണ്ടെന്നും പറഞ്ഞ് മാളുകളും ഓയിൽ ഫീൽഡുകളും അതോടൊപ്പം തന്നെ മിലിറ്ററി ബേസുകളും നേവൽ ബേസുകളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിവൃത്തി കെട്ട് അവർ ഇത്രയും സമയം സമാധാനത്തോടുകൂടി തിരിച്ചാക്രമിക്കാതെ, ഉദാഹരണത്തിന് ഖത്തർ, ഒമാൻ, UAE, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയമനം പാലിക്കുകയായിരുന്നു. അതിൽ നിന്ന് വിട്ട് എല്ലാവരും അമേരിക്കയും ഇസ്രയേലിൻ്റെയും കൂടെ ഒപ്പം കൂടിക്കൊണ്ടിട്ട് ഇറാനെ തരിപ്പണമാക്കും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഷിയ വർഗത്തിൽപ്പെട്ട സുന്നികളും ഷിയയും തമ്മിലുള്ള വൈരാഗ്യം ആളിക്കത്തുകയും ഇപ്പോൾ ഓൾറെഡി തന്നെ സംയമനം പാലിക്കാതെ തന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളും നശിക്കുകയാണ്, മറ്റുള്ളവരെയും നശിപ്പിക്കുമെന്നുള്ള രീതിയിലൂടെ ഇറാൻ ആവനാഴിയിലെ സർവ്വ ആയുധങ്ങളും എടുത്ത് നശിപ്പിക്കുകയാണ്. ഇത് ലോക ജനതയ്ക്ക് വലിയ ജനങ്ങൾ ആശങ്കയിലാണ്. ലോക സാമ്പത്തികം വലിയ പ്രതിസന്ധിയിലാവും. ഗ്യാസുകളും ഓയിലും ഒന്നും കിട്ടാതെ ടാങ്കറുകളുമൊക്കെ ഇപ്പോൾ അവിടെ വ്യവസായം, എക്കണോമി തകർന്ന് ഇപ്പോൾ അവിടെ കാത്തുകെട്ടി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആക്രമിക്കപ്പെടും. ഇനി ഒരിക്കലും പഴയ നിലയിലേക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വരികയില്ല എന്ന് താക്കീത് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും അതിഭീകരമായ ഭയാനകമായ യുദ്ധത്തിലേക്ക് പേർഷ്യൻ ഗൾഫ് നടന്നെടുക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്ന് ആർക്കും, ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അത് അമേരിക്ക ബോംബ് ചെയ്ത കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂനയിലാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അത് കണ്ടെടുത്തുകൊണ്ട് സേഫായിട്ടുള്ള ഒരു രാജ്യത്തിലേക്ക്
മാറ്റിക്കൊണ്ട് ഈ വെസ്റ്റ് ഏഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ വേണ്ടത്. അല്ലെങ്കിൽ ഇറാൻ തകർന്ന് തരിപ്പണമാവും. നൂറ്റാണ്ടുകളുടെ ഉള്ളതായ സംസ്കൃതി, പേർഷ്യൻ സംസ്കാരം അതിൻ്റെ ജനങ്ങളും മില്യൺസ് ജനങ്ങളും നശിച്ച് അത് എല്ലാ രാജ്യങ്ങളും കൂടെ പിടിച്ചു നിൽക്കുവാൻ ഇറാന് കഴിയില്ല. അങ്ങനെ യുദ്ധത്തിനൊരു അവസാനമാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോക സാമ്പത്തിക രംഗത്തിനും ലോക ബിസിനസ്സിനും അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക.